ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനില്ലാട്ടോ, ചേട്ടനും രാജീവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഇവർ ചെറിയ യാത്ര പോകുവാണ്. ഇത് പാമ്പള ഡാമാണ്. നേര്യമംഗലത്തിനും ഇടുക്കിക്കും ഇടയ്ക്കുള്ള ഒരു ഡാമാണ് പാമ്പള ഡാം. എപ്പോഴും നിറയെ ചെളിയായിട്ട് കിടക്കുന്ന ഒരു ഡാമാണ് ഈ പാമ്പള ഡാം. അപ്പോൾ അവർ പോകുന്ന വഴിക്ക് ചെറുതായി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ അവർ കോതമംഗലമൊക്കെ കഴിഞ്ഞു. ഇത് ജോയി സാറാണ്. അപ്പോൾ ജോയി സാറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് സാറിനെയും കൂടെ കൂട്ടിയാണ് ഇവർ പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഞാൻ പറയാവേ. രാജീവും ജോയി സാറും ചേട്ടനും പിന്നെ കുറേ പേര് എറണാകുളത്തുനിന്നുണ്ട്, കോട്ടയത്തുനിന്നുണ്ട്. അവരെല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. അബിൻ ചേട്ടനും ഉണ്ട് കേട്ടോ. അബിൻ ചേട്ടനെ എല്ലാവരും നേരത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാവരും ഒന്നിച്ചാണ് പോകുന്നത്. ചേട്ടൻ്റെ കമ്പനിയിൽ ആനുവൽ കോൺഫറൻസ് നടക്കുവാണ്. ഇന്തോനേഷ്യ ബാലിയിൽ വെച്ചാണ് കോൺഫറൻസ് നടക്കുന്നത്. മെയ് 24 ആയിരുന്നു കോൺഫറൻസ് നടക്കുന്നത്. ഇവർ 22 വൈകുന്നേരം ആണ് കൊച്ചിയിൽ നിന്ന് പോകുന്നത്. 12:40 മെയ് 22 വെളുപ്പിന് 12:40 കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ അവർ അങ്ങനെ എയർപോർട്ടിലൊക്കെ എത്തി. കുറേ പേരുണ്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട കുറേ സ്റ്റാഫ് ആണ് പോകുന്നത്. എല്ലാവരും അപ്പോൾ അവിടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലോഞ്ചിൽ വെയിറ്റ് ചെയ്യുവാണ്. കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. കൊച്ചിയിൽ നിന്ന് തായ്ലൻഡ് ബാങ്കോക്കിൽ ഫസ്റ്റ് ഫ്ലൈറ്റ്. അവിടെ നിന്നാണ് ഇവർക്ക് ബാലിക്ക് ഫ്ലൈറ്റ് വരുന്നത്. തോമസ് കുക്കാണ് ഇവരുടെ ട്രാവലിംഗ് പാർട്ട്ണർ വരുന്നത്. അവിടുത്തെ ആദർശ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഇവരുടെ ടീം ലീഡർ. ആളാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ 2 ബാച്ചായിട്ടാണ് പോകുന്നത്. ഒരു ബാച്ച് 22 നൈറ്റും പോകും, ഒരു ബാച്ച് 23 നൈറ്റും പോകും. അങ്ങനെയായിരുന്നു കേട്ടോ. കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട എംപ്ലോയീസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ച് കൊച്ചിയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ അവർ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. എനിക്ക് ചേട്ടൻ പറഞ്ഞു തരുന്നത് വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ കുറച്ച് മിസ്റ്റേക്കൊക്കെ കാണും കേട്ടോ എല്ലാവരും. അപ്പോൾ അതൊന്ന് ക്ഷമിക്കണം. ചേട്ടനോട് വോയിസ് ഓവർ കൊടുക്കാൻ പറഞ്ഞിട്ട് ചേട്ടനെ തിരക്കാന്നും പറഞ്ഞ് എന്നോട് കൊടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ പറഞ്ഞു തരുന്നത് വെച്ച് നമ്മൾ പറയുമ്പോൾ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ. അപ്പോൾ അവരങ്ങനെ കൊച്ചിയിൽ നിന്ന് ഫസ്റ്റ് ഫ്ലൈറ്റ് കയറി. ബാങ്കോക്കിനാണ് ഫ്ലൈറ്റ് വരുന്നത്. വെളുപ്പിന് 12:40 കേട്ടോ ഫ്ലൈറ്റ്. കറക്റ്റ് ടൈമിൽ തന്നെ ആയിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. നല്ല മഴയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ മെയ് 22 ചേട്ടന് കട്ടപ്പനയിൽ നിന്നൊക്കെ പോകുന്നത്. അന്ന് രാത്രിയായിരുന്നു ഫ്ലൈറ്റ്. അന്ന് തൊട്ട് മഴ തുടങ്ങിയതാണ് കേട്ടോ. അന്ന് രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു. അതിനുശേഷം നമ്മുടെ ഇവിടെ ഫുള്ള് മഴയായിരുന്നല്ലോ. അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. കൊച്ചിയിൽ നിന്നും ബാങ്കോക്കിലേക്കും ഒരു 3-4 അവേഴ്സ് ട്രാവലിംഗ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവിടെ ചെന്നും കുറച്ചധികം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നെക്സ്റ്റ് ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ദേ ബാങ്കോക്കിൽ എത്താറായിട്ടുണ്ട്. അവിടെ അപ്പം ഇവർ ചെന്നപ്പോഴേക്കും അവിടെ സമയം 6 മണിയോ 7 മണിയൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. നേരം പുലർന്നു വരുമായിരുന്നു. തായ്ലൻഡിൽ നല്ല ഭംഗിയുണ്ടല്ലോ ഇങ്ങനത്തെ സീനൊക്കെ കാണാനായിട്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ചേട്ടനപ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് വിട്ടിരുന്നത്. അതുകൊണ്ട് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഞാനപ്പോൾ 3-4 പാർട്ടായിട്ടാണ് വീഡിയോസ് ഇടുന്നത്. എല്ലാവരും വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോയാണേ. 18 മിനിറ്റ് 20 മിനിറ്റൊക്കെ ലെങ്ത് വരുന്നുണ്ട്. എന്തായാലും ചേട്ടൻ എടുത്തതല്ലേ, അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ ഇടും കേട്ടോ. ഇതൊക്കെ ഒരു മെമ്മറീസും കൂടെ ആണല്ലോ. നമുക്ക് എപ്പോഴും പോകാൻ പറ്റുന്ന ഒരു സ്ഥലവും അല്ല. അതുകൊണ്ട് പോകുമ്പം നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നത് ഒരു ഓർമ്മയ്ക്ക് നല്ലതല്ലേ. ഇതിന് കഴിഞ്ഞ വർഷം ഇവരുടെ ആനുവൽ കോൺഫറൻസ് സിംഗപ്പൂർ വെച്ചായിരുന്നു കേട്ടോ. അതിനും ദൈവാനുഗ്രഹത്താൽ ചേട്ടന് പോകാൻ പറ്റിയിരുന്നു. അങ്ങനെ ബാങ്കോക്ക് എയർപോർട്ടിലേക്ക് എത്തുവാണ്. ഫ്ലൈറ്റ് ലാൻഡിങ് സമയത്തെ വ്യൂ ആണ് ഇത്. എന്ത് ഭംഗി ആണല്ലേ. നേരം പുലർന്നു വരുന്നു. അതോടൊപ്പം നല്ല ഭംഗിയുള്ള ആകാശവും നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്കിതൊക്കെ കണ്ടപ്പോൾ കൊതിയായിട്ടോ. നമുക്കും അങ്ങോട്ടൊക്കെ ഇതൊക്കെ കാണുമ്പോൾ പോകാനൊക്കെ തോന്നൂലോ. എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും അല്ലേ.
ഇപ്പം നമുക്ക് പിന്നെ അങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നുമില്ലല്ലോ. നമുക്ക് എവിടെ വേണേലും പോകാം. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണേലും ട്രാവൽ ചെയ്യാം, എൻജോയ് ചെയ്യാം. എനിക്ക് ലോങ് വീഡിയോസിൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് കൊടുക്കാൻ സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അതാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഒന്ന് പഠിക്കണം ഇനി, കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ. അതിന് ശേഷം വേണം കുറച്ചും കൂടെ മ്യൂസിക്കൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടുമല്ലോ വീഡിയോയ്ക്ക്. എപ്പോഴും ഈ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇടയ്ക്ക് മ്യൂസിക്കൊക്കെ കേൾക്കുന്നതല്ലേ. ഇങ്ങനത്തെ സീനൊക്കെ വരുമ്പം മ്യൂസിക്കും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതേപ്പറ്റി എന്തായാലും ഒന്ന് പഠിക്കണം. അപ്പോൾ അതേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുവാണ്. ഞാൻ കുറേ നേരമായി ലാൻഡ് ചെയ്യുന്നു പക്ഷേ ലാൻഡ് ചെയ്തില്ലായിരുന്നു. ലാൻഡ് ചെയ്യാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുവാണ്. ഇതാണ് ബാങ്കോക്ക് എയർപോർട്ട്. കുറേ പേരൊക്കെ പോയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അങ്ങനെ പോകാത്തവരായി ചുരുക്കം ചിലരല്ലേ ഉള്ളൂ. നിറയെ ഫ്ലൈറ്റൊക്കെ കിടക്കുന്നുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഭാഗമൊക്കെ. അടിപൊളിയായിട്ട് ചേട്ടനത് എടുത്തിട്ടുമുണ്ട്. വിൻഡോ സൈഡ് അല്ലായിരുന്നു എന്ന് തോന്നുന്നു ഇരുന്നത്. എന്നാലും അടുത്തിരുന്ന ആളോട് ചോദിച്ചിട്ടൊക്കെ എടുത്തു വീഡിയോ. ആളും ഇവരുടെ കമ്പനി തന്നെ വർക്ക് ചെയ്യുന്നതാട്ടോ. എനിക്ക് പേരറിയത്തില്ല, ഞാൻ ചോദിക്കാനും വിട്ടുപോയിരുന്നു. ചേട്ടനും നന്നായിട്ട് ക്ഷീണിച്ചു എന്നൊക്കെ തോന്നുന്നു കേട്ടോ. കാരണം ഇവിടെ നിന്ന് 22-ാം തീയതി അവരൊരു 11:30 ആയപ്പോൾ, പകല് 11:30 ആയപ്പോൾ പോയതാ. നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് കൊച്ചിയിലെത്താൻ തന്നെ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ 5 മണിക്കൂറോളം എടുക്കും. അപ്പോൾ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് കൊച്ചിയിൽ ചെന്ന് അവിടെയും കുറേ നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 12:40 ഫ്ലൈറ്റ്. പിന്നെ നൈറ്റ് അപ്പോൾ ഉറക്കമൊന്നും ശരിയായില്ല. ചേട്ടനാണെങ്കിൽ ഉറക്കം ശരിയായില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. ഇവരെല്ലാവരും ഒന്നിച്ചാണ് പോകുന്നത്. ലേഡീസ് സ്റ്റാഫും ഉണ്ടായിരുന്നു, ജെൻസും ഉണ്ടായിരുന്നു, ലേഡീസും ഉണ്ടായിരുന്നു. ലേഡീസ് കുറച്ച്. അപ്പോൾ തായ്ലൻഡിൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എക്സിറ്റ് അടിക്കാതെ അവരടുത്ത ഗേറ്റിലേക്ക് പോവുമായിരുന്നു. ഞാനപ്പോൾ വീഡിയോസ് ഒത്തിരി ഒന്നും കട്ട് ചെയ്തില്ല കേട്ടോ. എന്തായാലും ചേട്ടൻ വളരെ കഷ്ടപ്പെട്ടൊക്കെ എടുത്തതല്ലേ. പിന്നെ ഇതൊക്കെ കണ്ടിട്ടില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. ഞാൻ പോലും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും വീഡിയോ കട്ട് ചെയ്ത് കളഞ്ഞില്ല കേട്ടോ. ഫുള്ളായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ജോയി സാറും അബിൻ ചേട്ടനും രാജീവാണ് നല്ല കലിപ്പിലൊക്കെ നോക്കുന്നുണ്ട്. എന്താണോ എന്തോ. തായ്ലൻഡിൽ ഒരു 2-3 മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അതിനുശേഷമാണ് അടുത്ത ഫ്ലൈറ്റ് വരുന്നത്. അടുത്ത ഗേറ്റിലേക്ക്. അപ്പോൾ അവർ ബസ്സിനാണ് പോകുന്നത്. ഞാൻ എന്തെങ്കിലും പൊട്ടത്തരമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എനിക്ക് ഇതിനെപ്പറ്റി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. ഒന്നാമത് എയർപോർട്ടിലെ കാര്യങ്ങൾ എനിക്ക് ഒട്ടും അറിയത്തില്ല കേട്ടോ. ഇപ്പോൾ നമ്മളൊക്കെ ഒരു തവണയെങ്കിലും പോയിട്ടുള്ള ഒരാളാണെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ കിട്ടും. ഇത് എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ പറയാനും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇത് കാണുന്നവർ ഇവിടെ പോയിട്ടുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ, അവരൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും ഞാനെന്ത് പൊട്ടത്തരാ പറയുന്നതിന്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. സുവർണഭൂമി എയർപോർട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തായ്ലൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്കിന് സേവനം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കേട്ടോ സുവർണഭൂമി എയർപോർട്ട്. 2006 സെപ്റ്റംബർ 28-നാണ് ഈ എയർപോർട്ട് ഓപ്പൺ ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 17ാമത്തെ വിമാനത്താവളവും ഏഷ്യയിലെ 11ാമത്തെ തിരക്കേറിയ വിമാനത്താവളവും രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളവുമാണ് കേട്ടോ സുവർണഭൂമി എയർപോർട്ട്. 2017 60 ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു എയർപോർട്ടും കൂടിയാണ് സുവർണഭൂമി എയർപോർട്ട്. കൂടാതെ 95 എയർലൈനുകളുള്ള ഒരു പ്രധാന എയർ കാർഗോ ഹബ്ബ് കൂടിയാണ് സുവർണഭൂമി എയർപോർട്ട്. എയർപോർട്ട് ക്ലീൻ ചെയ്യുന്ന വാക്വം ക്ലീനർ ആണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ ഇതിങ്ങനെ പോകുന്നത് കാണാനായിട്ട്. അങ്ങനെ ദേ അവർ ഫ്ലൈറ്റ് കയറിയിട്ടോ. ഇനിയിപ്പോൾ നേരെ ബാലി എയർപോർട്ടിലേക്കാണ്. ബാങ്കോക്ക് ടു ബാലി. പിന്നെ അവർക്ക് ഫുഡൊക്കെ കിട്ടി. നല്ല ഫുഡായിരുന്നു എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഫുഡ് ഹിന്ദു മീൽസ് ആയിരുന്നു. താലി കേറ്ററിംഗ് സർവീസാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. മലയാളികൾക്ക് പറ്റിയ ഫുഡായിരുന്നു കേട്ടോ. റൈസും പിന്നെ എന്തോ ചീര ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, കുബൂസ് ഉണ്ടായിരുന്നു, ബണ്ണ്, ചീസ്, പിന്നെ ഫ്രൂട്ട് സലാഡ്, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചേട്ടൻ അങ്ങനെ ഫുഡൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ ഫുഡൊക്കെ അങ്ങനെ ദേ അവർ ബാലി എയർപോർട്ടിൽ എത്തിയിട്ടോ. ബാലി സമയം ഏകദേശം ഒരു
3 മണി എന്തോ ആയപ്പോഴാണ് അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. പിന്നെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. അവിടെ നിന്നും അവർക്ക് ഒരു 2 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ടായിരുന്നു റൂമിലേക്ക്. അപ്പം അതേ ഇവിടുത്തെ കുറേ വീഡിയോസൊക്കെ ചേട്ടൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനായിട്ട്. എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്നിച്ച് ഇവരൊരു 10-60 പേരെന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഫസ്റ്റ് ബാച്ചിൽ 60 അല്ല, അതിൽ കൂടുതലുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് കമ്പനിയിലെ മുഴുവൻ തിരഞ്ഞെടുക്കപ്പെട്ട എംപ്ലോയീസും ഉണ്ടായിരുന്നു കേട്ടോ. ആനുവൽ കോൺഫറൻസ് ആയതുകൊണ്ട് ഇന്ത്യയിലെ ഫുൾ തിരഞ്ഞെടുക്കപ്പെട്ട എംപ്ലോയീസ് ഉണ്ടായിരുന്നു. ഒരു 10,000-ന് മേളിൽ ആൾക്കാരുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇവരെല്ലാം പല പല ബാച്ചുകളായിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇങ്ങനെയൊക്കെ ഉള്ളത് തന്നെ ഒരു സന്തോഷമല്ലേ. എല്ലാവർക്കും ഒത്തുകൂടാനും ഇങ്ങനെ ട്രാവൽ ചെയ്യാനും ഒക്കെ കമ്പനി അവസരം തരുന്നത് തന്നെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുമല്ലോ. ഇവർ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഹെവി റെയിൻ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നിവർ റൂമിൽ ചെന്നിട്ട് എങ്ങോട്ടേക്കോ പോകാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല കേട്ടോ. അതേ അവരങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട്. റൂമിലെത്തി ജസ്റ്റ് ഫ്രഷ് ആയിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഏതോ ഒരു ടെമ്പിളിൽ പോകാനായിട്ടൊക്കെ ആയിട്ടായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. ഇതാണ് ടൂർ കോർഡിനേറ്റർ. ആള് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ പുറമെ നല്ല മഴയായിരുന്നു. ഇവർക്ക് അതുകൊണ്ട് ആ ടെമ്പിളിൽ പോകാൻ പറ്റിയില്ല. ജസ്റ്റ് ടൗണൊന്ന് കറങ്ങിയിട്ട് തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ മഴയായിരുന്നു. പക്ഷെ ആ ടെമ്പിൾ വിസിറ്റ് അവർ മിസ് ചെയ്തത് ഭയങ്കര നഷ്ടം തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ സെക്കൻഡ് ബാച്ചുകാർക്കൊന്നും പ്രശ്നമില്ലായിരുന്നു. അവരവിടെയൊക്കെ പോയി അതിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ കണ്ടായിരുന്നു. അന്നത്തെ ആ ദിവസം മാത്രമേ മഴ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അവിടെ ഒരു 3 days ഉണ്ടായിരുന്നു. ബാക്കി ദിവസങ്ങളിലൊന്നും മഴയില്ലായിരുന്നു കേട്ടോ. ഈ ചെന്നൈ അന്ന് മാത്രമേ മഴ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് ഒന്ന് തുടങ്ങിയാൽ പിന്നെ അവിടെ മഴ മാറാനായിട്ട് കുറച്ച് പാടാണെന്ന്. അപ്പോൾ ഇവർ കുറച്ച് ബസ്സിൽ കറങ്ങിയതിന് ശേഷം തിരിച്ച് റൂമിലെത്തുകയാണ് ചെയ്തത്. പിന്നെ ഇവർ റൂമിൽ വന്നതിന് ശേഷം കുറച്ചൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നു. ചേട്ടനാണെ പറ്റുന്ന വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സ്ഥലങ്ങളും വീടൊക്കെ കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഇങ്ങനെയൊന്നും അല്ലല്ലോ വീടിരിക്കുന്നത്. അവിടെയൊക്കെ നല്ല വ്യത്യാസമുണ്ട് വീടൊക്കെ കാണാനായിട്ട്. പിന്നെ അവർ തിരിച്ച് റൂമിൽ തന്നെ എത്തി, ഹോട്ടലിലെത്തി. ഒരു ബീച്ച് റിസോർട്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അൻവയ ബീച്ച് റിസോർട്ട്, ബാലി. നല്ല അടിപൊളി റിസോർട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കുറച്ച് നേരം കൂടെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഇവർ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നാളെയാണ് ഇവർക്കിടെ ആനുവൽ കോൺഫറൻസ് വരുന്നത്, May 24-ന്. നാളെ ഇപ്പോൾ പകൽ ഇവർക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. വൈകുന്നേരമാണ് ആനുവൽ കോൺഫറൻസ് നടക്കുന്നത്. ചേട്ടന് റൂംമേറ്റ് ആയിട്ട് കിട്ടിയിരുന്നത് കോട്ടയം ബ്രാഞ്ചിലെ മാനേജർ പ്രദീപ് ചേട്ടനായിരുന്നു കേട്ടോ. ഇത് അജിത്താണ്. അജിത്ത് പാലായിലെ ബ്രാഞ്ച് മാനേജറാണ്. പിന്നെ ദീപു കാഞ്ഞിരപ്പള്ളി ബ്രാഞ്ച് മാനേജറാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും ഒന്നിച്ച് അടിച്ചു പൊളിച്ചോട്ട് ശരിക്കും ട്രിപ്പ്. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് പ്രദീപ് ചേട്ടനും അജിത്തും ദീപുവിനെ എനിക്ക് നേരത്തെ തൊട്ടേ അറിയാട്ടോ. ബാക്കി 2 പേരെ എനിക്കങ്ങനെ അറിയത്തില്ല. ഇപ്പം പിന്നെ വീഡിയോ കണ്ടും ഇവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ഇവരെയും അറിയാം. അപ്പം ഇവർ പുറത്തേക്ക് ഇറങ്ങുവാണ്. മഴയൊക്കെ കുറച്ച് കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. ആ സമയത്തേക്ക് ബീച്ച് റിസോർട്ട് ആയതുകൊണ്ട് ഇവർ ബീച്ചിലേക്ക് ഇറങ്ങുവാണ്. ആ സമയത്തും ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അവിടെ അങ്ങനെ രാത്രിയും പകലും അങ്ങനെയൊന്നും ഇല്ലല്ലോ. വീഡിയോ എടുക്കുന്നതിനെ പറ്റിയൊന്നും തോന്നുന്നത് ദീപു എന്തൊക്കെയോ കളിയാക്കിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. നല്ല രസമുണ്ടായിരുന്നു. ടൂറൊന്നും പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉറക്കവും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. എല്ലാവരും എൻജോയ് ചെയ്ത് നടക്കുമല്ലേ. ചേട്ടന് പക്ഷെ ഉറക്കമൊന്നും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ് ആവുന്ന ആളാണ് കേട്ടോ. എന്തായാലും ഈ തവണ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാപ്പിപ്പൊടിയൊക്കെ ആയിട്ടാണ് പോയത്. ഹൈ റേഞ്ചിലെ കാപ്പി കുടിച്ചാലേ ചേട്ടനൊരു ഉണർവ് വരത്തുള്ളൂ. അതുകൊണ്ട് കാപ്പിപ്പൊടിയും ഒക്കെ ആയിട്ടാണ് പോയത്. അത് സ്ഥിരം കുടിക്കുന്ന ഒരാളാകുമ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഇവിടുത്തെ കാപ്പിപ്പൊടിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ടേസ്റ്റ് കൂടുതലുണ്ട്.
നാട്ടിൻപുറത്തെ കാപ്പിപ്പൊടിയേക്കാളൊക്കെ വെച്ച്, അതുകൊണ്ട് ചേട്ടന് ഹൈ റേഞ്ചിലെ കാപ്പിപ്പൊടിയൊക്കെയാണ് കേട്ടോ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പോയത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാനിനി കൂടുതലായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. ഇതൊക്കെയാണ് വീഡിയോസ്. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ഞാൻ പതുക്കെ ഇടാം കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഡിലേ ആയതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. ചേട്ടന് 27-ാം തീയതി വെളുപ്പിന് കട്ടപ്പനയിൽ തിരിച്ചെത്തി, സേഫായിട്ട് തിരിച്ചെത്തി. ആ സമയത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. എന്തായാലും ഇവർ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സേഫായിട്ട് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വരും വീഡിയോയിൽ ഞാനിനി ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒത്തിരി നാൾ കൂടിയാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത്. ഒരു മാസം മേളിലായെന്ന് തോന്നുന്നു ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇനിയിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എങ്ങോട്ടും പോകാനും പറ്റത്തില്ല. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ ഇടാവേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ തീർന്നിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോസൊക്കെ കാണണം. ഓക്കെ, ബൈ.